എപ്പോഴും തൊണ്ടയിൽ ഒരു തടസ്സം പോലെ എന്തോ വന്ന് ഇരിക്കുന്നത് പോലെ. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇറക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല. ഇടയ്ക്ക് തൊണ്ടയിൽ ഒരു പിടുത്തം പോലെ അനുഭവപ്പെടുക. ഇതൊരു തോന്നലല്ല. അങ്ങനെയുള്ള ഒരു ഫീലിങ്ങിനെ മെഡിക്കലി വിളിക്കുന്ന ഒരു പേരാണ് ഗ്ലോബസ് ഹിസ്റ്റീരിക്കസ്. തൊണ്ടയിൽ ഒരു ഉരുണ്ട സാധനം ഇതുപോലെ വന്ന് ഇരിക്കുന്ന ഒരു ഫീലിംഗ്, ഒരു പിടുത്തം പോലെ. അത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സം ഉണ്ടാക്കത്തില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ തൊണ്ടയിൽ ഇതുപോലെ കഫം കയറി വരുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ കഫം ഇറങ്ങി വരുന്നത് പോലെ, കഫം ഇരിക്കുന്നത് പോലെ, അതുകൊണ്ട് തന്നെ ചുമയ്ക്കാനും തുപ്പാനും കാർക്കിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഇങ്ങനെയുള്ളവരിൽ കണ്ടുവരാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാരണം ആസിഡ് റിഫ്ലക്സ് ആണ്. ആസിഡ് റിഫ്ലക്സ് മൂലം നമ്മുടെ അന്നനാളത്തിന്റെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാവുകയും അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് തൊണ്ടയിൽ എന്തോ വന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരിൽ അത് മാറണമെങ്കിൽ അസിഡിറ്റിനെ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ആസിഡ് റിഫ്ലക്സ് മാറുകയുള്ളൂ. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മുടെ ആസിഡ് റിഫ്ലക്സ് മൂലം പ്രത്യേകിച്ച് ആസിഡ് കണ്ടന്റ് ഇതുപോലെ ത്രോട്ടിട്ട് വരുമ്പോൾ ലങ്സ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കഫം ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടും ഓവറായിട്ട് ഇങ്ങനെ കഫം കയറി വരുന്നതായിട്ട് ഫീൽ ചെയ്യാം. അത് ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വയറ് അമിതമായിട്ട് വീർത്ത് കെട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഗ്യാസിന്റെ പ്രയാസമുള്ളവർ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ആയിട്ട് ഇതുപോലെ വരുമ്പോൾ നമ്മുടെ വയറിന്റെ ചുറ്റുമുള്ള വേഗസ് നെർവ് അഥവാ വേഗസ് നാഡിക്ക് വരുന്ന ഇറിറ്റേഷൻ മൂലവും ഇതുപോലെ ത്രോട്ടിൽ ഇതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാം എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2-3 കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആസിഡ് റിഫ്ലക്സ് ആണ്. GERD എന്ന് പറയുന്ന അസുഖം, ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, അത് മാറ്റണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ കൃത്യമായി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, പുകവലി, മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കുക. നാലാമത്തെ കാര്യം, ഒരുമിച്ച് കുറേ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാതെ കുറച്ച് ഭക്ഷണങ്ങളായിട്ട് നിശ്ചിത ഇടവേളകളിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കൃത്യമായി ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വളരെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്നതും കൃത്യമായി നമുക്കൊരു ഉറക്കം കിട്ടാതെ വരുന്നതും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുടെ സിവിയറിറ്റി, ഇന്റൻസിറ്റി കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്.